ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിൽ എത്തിയതിന്റെ ആഘോഷത്തിലാണ് രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ. അതിനായി ചെലവഴിക്കുന്ന തുകയുടെ കണക്ക് കണ്ട് ഞെട്ടുകയാണ് ഇന്ത്യൻ ജനത. എന്നാൽ ഇവിടെ ബാക്കിയാകുന്നത് ചില ചോദ്യങ്ങളാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചിലർ ബാധ്യസ്ഥരാണ്. ചെലവഴിച്ചാണ് മെസ്സിയെ ഇന്ത്യയിൽ എത്തിച്ചത്. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിൽ മെസ്സി നടത്തിയ 3 ദിവസത്തെ പര്യടനം വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. മെസ്സിക്കൊപ്പം ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ സന്ദർശനത്തിനായി കോടികൾ മുടക്കാൻ മടി കാണിക്കാത്തവർ എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ അവസ്ഥ കാണുന്നില്ല? മെസ്സിക്ക് വേണ്ടി ചെലവഴിച്ച 160 കോടി എനിക്ക് തരൂ, ഞാൻ 10 മെസ്സിയെ ഇന്ത്യയിൽ നിന്ന് വാർത്തെടുക്കാം എന്നാണ് ഫുട്ബോൾ പരിശീലകൻ രഞ്ജിത്ത് ബജാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഇന്ത്യൻ ഫുട്ബോൾ താരം സന്ദേശ് ജിംഗന്റെയും പ്രതികരണമെത്തി. മെസ്സിയെ വരവേറ്റതിനും അതിനായി ഭീമമായ പണം ചെലവഴിച്ചതിനും ആരും തെറ്റു പറയുന്നില്ല. എന്നാൽ ഇന്ത്യ ഫുട്ബോളിനായി എന്താണ് നൽകുന്നത്? ഇന്ത്യയേക്കാൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഡച്ച് കരീബിയൻ ദ്വീപായ കുറാക്കാവ വരെ ഫിഫ വേൾഡ് കപ്പ് യോഗ്യത നേടുമ്പോൾ ഇന്ത്യ ഇന്നും യോഗ്യത നേടാനാകാത്ത അവസ്ഥയിൽ തുടരുകയാണ്. സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ. ഇതുമൂലം പ്രതിസന്ധിയിലാവുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ. എന്നാൽ ഇതേ ഫുട്ബോൾ താരങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ 100 കോടിക്ക് മുകളിൽ മുടക്കി മെസ്സിയുടെ ഗോഡ് ടൂർ ആഘോഷമാക്കുന്ന കാഴ്ചയാണ് മറുവശത്തുള്ളത്. ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. പല ISL ക്ലബ്ബുകളും ഉടമകളുടെ സ്വകാര്യ നിക്ഷേപത്തിലാണ് നിലനിൽക്കുന്നത്. സ്ഥിരമായ വരുമാനമില്ലാത്തതിനാൽ ക്ലബ്ബുകൾ പെട്ടെന്ന് അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. ശമ്പളം വൈകുന്നതും കരാർ ലംഘനങ്ങളും സാധാരണമായി മാറുന്നു. ഇവിടെയാണ് മലയാളിയായ ഇന്ത്യൻ ഫുട്ബോൾ താരം ജിംഗന്റെ പ്രതികരണം കൂടുതൽ ചർച്ചയാക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞ ജിംഗൻ ISL, I-ലീഗ് മത്സരങ്ങൾ എന്ന് തുടങ്ങുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലാണുള്ളത് എന്നും ഔദ്യോഗിക സംപ്രേഷണ പങ്കാളികൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആഭ്യന്തര ഫുട്ബോൾ തകർച്ചയുടെ വക്കിലാണെന്നും പറഞ്ഞു. ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ, താരങ്ങൾ നേരിടുന്ന അവഗണന, അവർ നേരിടുന്ന പ്രതിസന്ധി. എന്നാൽ ഇതേ താരങ്ങൾ കാണുന്നത് മെസ്സിയുടെ ഇന്ത്യൻ യാത്രയാണ്. തഴയപ്പെടുന്നവരുടെ ദുഃഖം അവിടെ തീർച്ചയായും അലയടിക്കും. അത് തന്നെയാണ് ജിംഗന്റെ പോസ്റ്റ് പിറന്നതിന്റെ കാരണവും. ഫുട്ബോളിനായി നിക്ഷേപിക്കാൻ ആരും തയ്യാറാകാത്തതിനാൽ ഇന്ത്യയിലെ എല്ലാം നിർത്തലാക്കാൻ പോകുന്ന അവസ്ഥയിലാണ്. എന്നാൽ മെസ്സിയുടെ ടൂറിനായി കോടികൾ ചെലവാക്കുന്നു എന്നാണ് പോസ്റ്റിൽ ജിംഗൻ എഴുതിയത്. സ്റ്റേഡിയങ്ങൾ നിറയുന്നതും ലക്ഷങ്ങൾ മുടക്കാൻ ആളുകൾ തയ്യാറാകുന്നതും നല്ല കാര്യമാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവിടെ കാര്യങ്ങൾ മാറി മറിയുന്നു. അതാണ് താരത്തെ അലട്ടുന്നത്. നിരന്തരമായി തോൽക്കുന്ന ടീമിനെ എങ്ങനെ വാഴ്ത്തും എന്ന വിമർശകരുടെ ചോദ്യത്തിനും ജിംഗന്റെ പക്കൽ ഉത്തരമുണ്ട്. കൃത്യമായ ഘടനയും സ്ഥിരതയും നിക്ഷേപവുമില്ലാതെ മൈതാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ എത്ര പേർ ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ട്? കായിക പ്രേമികൾക്കിടയിൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ആരെല്ലാം ഉണ്ട് എന്നറിയാത്തവർ വളരെ കൂടുതലാണ്. എന്നാൽ ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. രഞ്ജിത്ത് ബജാജ് പോലുള്ള പരിശീലകർ ഇവിടെയുണ്ട്. 100% ആത്മവിശ്വാസമുള്ള അവരെ പോലുള്ള പരിശീലകർക്ക് പക്ഷേ പണം ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതെ, ഇന്ത്യൻ യാത്ര അവസാനിപ്പിച്ച് വീണ്ടും വരാം എന്ന് പറഞ്ഞ് മെസ്സി പോകുമ്പോഴും അവിടെ ബാക്കിയാകുന്നത് ജിംഗന്റെയും രഞ്ജിത്ത് ബജാജിന്റെയും ചോദ്യങ്ങളാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.